ഇത്രയും വലിയ ഒരു ഭീകരാവസ്ഥ ഇവിടെ പോലീസ് ഉണ്ടാക്കിയതല്ലോ. ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ മനസ്സിലായത്. കായംകുളത്തെ പോലീസ് ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ച പോലെയായോ? അതിനകത്ത് എനിക്ക് ഉത്തരവാദപ്പെട്ട ഈ DYSP ആണ് ഇതിനെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് പറയേണ്ടി വരും. ഞാൻ DYSP വൈകുന്നേരം വിളിച്ചിരുന്നു. അവിടെ സംഭവം ഉണ്ടായപ്പോൾ DYSP വിളിച്ചിട്ട് പോലീസുകാരെ KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും തല്ലുന്നതിനെതിരായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ പോലീസിനെ പൂർണ്ണമായി ന്യായീകരിച്ച DYSPയോട് സംസാരിച്ചു. അതിനുശേഷം അന്ന് രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അന്ന് രാത്രി ഈ വീട്ടിൽ കയറി ചവിട്ടിപ്പൊളിച്ച് ഒരു കുഞ്ഞും ഒരു പെൺകുട്ടി ഒരു സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സ്വകാര്യതയെ പോലും കടന്നാക്രമിച്ചിട്ട് പോലീസുകാരൻ വീട്ടിലടിച്ച് ഇവരെന്താ ഭീകരവാദികളായിരുന്നു? ഇവർ മയക്കുമരുന്നുകളൊക്കെ അടുത്തുകാരായിരുന്നോ? കായംകുളത്തെ ഒരു ദേശീയപാതയുടെ പ്രശ്നം ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്ത് സമരം ചെയ്തു, നിരാഹാരം ചെയ്തു. അവിടെ ചില അലങ്കോലം ഉണ്ടായതല്ലാതെ വേറെ എന്ത് കുറ്റമാ പാപമാണ് ഇവർ ചെയ്തത്? ഇതിൻ്റെ പേരിൽ വീട് അതിക്രമിച്ച് കയറുക, ഇതെന്താ പറ്റിയത്? അവർക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ പാർട്ടി നേതാക്കന്മാരോട് പറയണം, ഇന്നയാളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം. അങ്ങ് അത്രമാത്രം കുറ്റമൊന്നുമില്ലല്ലോ. പാർട്ടി വിട്ടുകൊടുക്കുവരെ. അതിന് പാതിരാത്രി പുലർച്ചെ 2 മണിക്ക് വീടിനകത്ത് കയറി സ്ത്രീകളൊക്കെ നടത്തി വനിതാ പോലീസ് കടന്നാക്രമിക്കുകയാണോ ചെയ്യേണ്ടത്? ഇത് അവിടെ നിന്ന് കിട്ടിയ നെയിം ബോർഡാണിത്. യതീഷ് ബാബു, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ആ ഡോറ് മുഴുവൻ തകർത്തിരിക്കുകയാണ്. ഫോൺ പിടിച്ച് വാങ്ങിച്ച്, ഫോൺ മോഷ്ടിച്ചു, പിടിച്ചു വാങ്ങിക്കല്ലേ, ഫോൺ മോഷ്ടിച്ചു കൊടുത്തേ. ഇതെന്തൊരു നികൃഷ്ടമായ രീതിയിലാണ്. നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ മാർഗമുണ്ട്. ഹൈക്കോടതി, സുപ്രീം കോടതിയിൽ എത്ര നിർദ്ദേശങ്ങളുണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? കാരണം വീട്ടിൽ കയറുക, റാൻസാക്കുക, കടന്നാക്രമിക്കുക, ഡോറടിച്ച് പൊളിക്കുക, ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു DYSP ആണ്, സംശയമില്ല. കാറ്റ് വിതച്ചു കൊടുക്കുക. നമ്മളെ മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിന്. കോൺഗ്രസ്സുകാരെങ്ങനെ പേടിപ്പിച്ചിട്ട് 2 വിരട്ടിയെ പേടിച്ചു പോകുന്നില്ല. ന്യായമായ കാര്യങ്ങൾക്ക് ഞങ്ങൾ കേൾക്കും. നിയമം അനുസരിക്കേണ്ടതാണെന്ന് ഞങ്ങൾക്ക് അറിയാം. നിയമവിരുദ്ധമായി ആരും പ്രവർത്തിക്കുന്ന നിയമവിധമായി നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ, നിയമവിധേയമായിട്ട് അറസ്റ്റ് ചെയ്യൂ. അപ്പോൾ അതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം വീട് കടന്ന് ആക്രമിക്കുക, എന്നിട്ട് വളരെ അട്രോസിറ്റി കാണിക്കുക, നിയമസമാധാനം പാലിക്കേണ്ട ആളുകൾ വീട് കയറി ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടാവാതെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ കുറ്റകൃത്യം നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.